ഒരുപാട് ആളുകൾ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു ഓഫ് സീസൺ ട്രെയിനിങ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് വർക്കൗട്ട്, എത്രത്തോളം ലോഡ്, എന്ത് ടൈപ്പ് ഓഫ് ട്രെയിനിങ്, കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് ഒരുപാട് ആൾ മെസ്സേജ് അയച്ചിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു കംപ്ലീറ്റ് വീഡിയോ എന്ത് ചെയ്യുന്നത്, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബിലും ഏകദേശം ഒരു 10 എപ്പിസോഡായിട്ടാണ് ഓരോ കമ്പോണൻ്റായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 10 എപ്പിസോഡായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് വീഡിയോ കാണുക. അപ്പം അങ്ങനെ എന്ത് ചെയ്യുക, അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രൊഫഷണൽ പ്ലെയറായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സീസണിൻ്റെ സമയത്ത് ഇഞ്ചറി പ്രിവെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി നിങ്ങളെ പെർഫോമൻസിന് കൂടുകയും ചെയ്യും. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഓഫ് സീസൺ ട്രെയിനിങ്ങിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം അതിൽ ഫുട്ബോൾ എന്നുള്ളത് ഒരിക്കലും ഒരു സ്കിൽ ബേസ്ഡ് ഗെയിം മാത്രമല്ല. നമുക്ക് എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ഫിറ്റ്നസ് വേണം. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്കില്ലുണ്ട്, നമുക്ക് ഫിറ്റ്നസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും 90 മിനിറ്റ് കളിക്കാൻ പറ്റില്ല. കാരണം ഫുട്ബോളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ഓടണം, റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിൻ്റ് അടിക്കണം, അത് മേ ബി പെട്ടെന്ന് ജമ്പ് ചെയ്യണം, അപ്പ് ആൻഡ് ഡൗൺ കളിക്കണം, അറ്റാക്കിങ്ങിൽ വരണം, ഡിഫെൻഡിങ്ങിൽ വരണം. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് 90 മിനിറ്റ് കളിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ഇഞ്ചറി വരാനുള്ള ചാൻസസും ഉണ്ട്. അപ്പം അതിന് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? അപ്പം അതിൽ അങ്ങനെ ഒരു 10 സംഭവങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഓഫ് സീസൺ ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യണം. അതിൽ ഫസ്റ്റത്തെ സംഭവമാണ് നമ്മുടെ മൂവ്മെൻറ്റ് അസസ്മെൻറ്റ്. ഈ ഓഫ് സീസൺ സമയത്ത് എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന സംഭവമാണ് ഈ മൂവ്മെൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ മൂവ്മെൻറ്റ് അസസ്മെൻറ്റ് എന്നുള്ളത് എത്രത്തോളം ക്വാളിറ്റിയിൽ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മളെ റണ്ണിങ് പാറ്റേൺ എങ്ങനെയാണ്, നമ്മളെ കൈ ക്രോസ് ഓവർ ആണോ, നമ്മുടെ കാല് ഉള്ളിലേക്കാണോ റൺ ചെയ്യുന്നത് വരുന്നത്, കാല് പുറത്തോട്ടാണോ, ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്തത് നമ്മൾ പ്രോപ്പറാണോ, ആ ജമ്പ് ലാൻഡ് ചെയ്യുമ്പോൾ നമ്മളെന്താ പട്ടയാറിന് അങ്ങനെ ഗ്രൗണ്ടിലേക്ക് അടിക്കുന്നുണ്ടോ. അപ്പം അതൊക്കെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ സ്ക്രീനിങ് ചെയ്യണം. ഇങ്ങനെ സ്ക്രീനിങ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് ഇഞ്ചറി പ്രിവെൻറ്റ് ചെയ്യാം. അപ്പം ആദ്യം നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഇഞ്ചറി പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഇഞ്ചറി പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ് എന്ത് ചെയ്യണം, സ്ക്രീൻ ചെയ്യണം. ഈ മൂവ്മെൻറ്റ് സ്ക്രീൻ ചെയ്യേണ്ട സംഭവമാണ് ഓവർ ഹെഡ് സ്ക്വാട്ട്. ഈ ഓവർ ഹെഡ് സ്ക്വാട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ചെയ്യുക, നമ്മുടെ നീ പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ എന്ന്. ഇപ്പോൾ ചില സമയത്ത് ചില ആളുകൾക്ക് സ്ക്വാട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഉള്ളിലേക്ക് പോകും. അങ്ങനെ വരുന്ന ആളുകൾക്ക് ACL ഇഞ്ചറീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ചില ആളുകൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇരിക്കാൻ പറ്റാത്തതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹിപ്പിൻ്റെ മൊബിലിറ്റി ആൻഡ് ആംഗിളിൻ്റെ മൊബിലിറ്റി കുറവാണ്. ചില ആളെന്ത് ചെയ്യും, സ്ക്വാട്ട് ചെയ്യുമ്പോൾ കാല് വൈഡാക്കി വെക്കും. അപ്പോഴും എന്ത് ചെയ്യണം, ഹിപ്പിൻ്റെ നീൻ്റെ മൊബിലിറ്റി കുറവാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ഈ ഹിപ്പ് നീ കോർഡിനേഷൻ കുറയുകയും ഇഞ്ചറീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഹിപ്പ് മൊബിലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ പെട്ടെന്ന് റിപ്പീറ്റഡ് സ്പ്രിൻ്റ് അടിക്കുമ്പോൾ ബാക്കിലേക്ക് ലോഡ് വരും, ബാക്ക് പെയിന് കാര്യങ്ങൾ വരും. അതുപോലെ എന്ത് ചെയ്യും, നമുക്ക് സ്ട്രൈഡ് കാലിൻ്റെ വിടുത്ത് കൂടില്ല, നമുക്ക് സ്പീഡ് കിട്ടില്ല. അപ്പം അങ്ങനെ ഈ ഹിപ്പിൻ്റെ മൊബിലിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും എന്ത് ചെയ്യും, ചെയ്യാൻ മടിയുള്ളൊരു എക്സസൈസാണ് ഹിപ്പിൻ്റെ മൊബിലിറ്റി. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, വിയർക്കണം, അല്ലെങ്കിൽ ഒരു ഫെറ്റിഗ് ഫീൽ വരണം. അപ്പം അങ്ങനെ ഫീൽ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഹാപ്പി ആവുള്ളൂ. പക്ഷേ അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. എന്ത് ചെയ്യണം, ഹിപ്പിൻ്റെ മൊബിലിറ്റി വൺ ഡേ കംപ്ലീറ്റ് ആയിട്ട് ഹിപ്പിൻ്റെ മൊബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ബോഡി മൊബിലിറ്റി നിങ്ങൾ ചെയ്യണം. നമ്മൾ തൊറാസിക് മൊബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. തൊറാസിക് മൊബിലിറ്റി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ കൂടും, നമ്മുടെ ലങ്സിൻ്റെ എക്സ്പാൻഷൻ കൂടും ഈ തൊറാസിക് മൊബിലിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഡെഡിക്കേറ്റഡായിട്ട് എന്ത് ചെയ്യണം, മൊബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതിന് ഇനിയിപ്പോൾ സീസണിൻ്റെ സമയത്തും എന്ത് ചെയ്യണം, നിങ്ങൾ വാമപ്പിൻ്റെ മുമ്പ് 3-4 ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള മൊബിലിറ്റി എക്സസൈസ് ഫോക്കസ് ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള, അതായത് നിങ്ങളുടെ മൂവ്മെൻറ്റ് സ്ക്രീനിങ്, നിങ്ങളെന്താണോ നെഗറ്റീവ് ഉള്ളത് അത് പോസിറ്റീവ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ഓഫ് സീസൺ ട്രെയിനിങ്ങിൽ. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങളെ കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് പാറ്റേൺ കൊണ്ടുവരിക. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് പാറ്റേൺ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഞ്ചറി പ്രിവെൻറ്റ് ചെയ്യാം. അതാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ ക്ലിയർ ആയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സീസണിൽ ഇഞ്ചറി വരികയും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പുറത്ത് വരേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ
ഇതാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയുന്ന മൂവ്മെൻറ്റ് അസസ്മെൻറ്റ്. പ്രോപ്പറായിട്ടുള്ള ഇനി എങ്ങനെ മൂവ്മെൻറ്റ് അസസ്മെൻറ്റ് വേണമെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു മൂവ്മെൻറ്റ് അസസ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യാം, എന്നിട്ട് അത് നിങ്ങൾക്ക് അയച്ചു തരാം. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്യുക, അടുത്തത് പറയാൻ പോകുന്നത് ഈ എജിലിറ്റീനെ പറ്റിയാണ്. എങ്ങനെ എജിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു.